Good morning, all. Good morning, Miss. Good morning, Miss. Good morning. Good morning, Miss. Good morning. Good morning, Miss. Good morning, Good Miss. morning, Miss. Good morning, Good ma'am. morning, Miss. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ് ഇന്ന്. ദെൻ ഫസ്റ്റ്ലി ഇങ്ങനെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ട്രീസ. ക്ലിയർ ആണോ ഞാൻ പറയണത്? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. ദെൻ അപ്പോ നിങ്ങൾക്ക് ഇനി ക്ലാസ് എടുക്കാനായിട്ട് ഞാനും ഇപ്പൊ ഉണ്ടാകും. ദെൻ അപ്പോ എന്താണ് പേര് ക്ലിയർ ആയോ? പറഞ്ഞത് ക്ലിയർ ആയോ പേര്? ഓക്കെ. ദെൻ ഓരോ ക്ലാസ്സിലൂടെ നമുക്ക് പയ്യെ പയ്യെ പരിചയപ്പെടാം. എല്ലാവരും പരിചയപ്പെടാനുള്ള ടൈമൊന്നും ഇല്ലല്ലോ, എങ്കിലും കുഴപ്പമില്ല, ഞാൻ പേരുകളൊക്കെ നോക്കി പഠിച്ചോളാം. ദെൻ അപ്പൊ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് നോ എന്ന് പറഞ്ഞത്? പേര് ക്ലിയർ ആയതാണോ? ഓക്കെ. ദെൻ ഡ്രീംസ. ഓക്കെ, കേൾക്കാൻ പറ്റുന്നില്ല പറയുന്നത്? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, ക്ലിയർ ആണോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല. ഓക്കെ. ദെൻ അപ്പൊ കുറച്ച് ടീച്ചേഴ്സിന്റെ ഒക്കെ ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഇന്നലെ കഴിഞ്ഞു അല്ലെ? എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്സുകള്? ഇഷ്ടായോ? ഫോളോ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ ആണോ? ദെൻ അപ്പോ നമ്മള് പുതിയ ക്ലാസ്സുകൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് എക്സ്ട്രാ നോട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ദെൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും മിസ് പറഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മൾ എടുക്കുന്ന ചാപ്റ്റേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ദെൻ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും മ്യൂട്ട് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. കാരണം ചിലപ്പോ നമ്മൾ ക്ലാസ്സിന്റെ ഇടയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ചോദിച്ചാലോ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും വീട്ടിലിരിക്കുന്നുണ്ടാവും, പല ജോലി സ്ഥലങ്ങളിൽ ഇരിക്കുന്നവരുണ്ടാകാം അല്ലെ? അപ്പൊ പല ഡിസ്റ്റർബ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളവർക്കും കൂടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മ്യൂട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഒരുപോലെ ഡിസ്റ്റർബ് വരാതിരിക്കാനാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ദെൻ ലാസ്റ്റ് ഒരു 5 minutes നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് 5 minutes അത് ക്ലിയർ ചെയ്യാം. ദെൻ ഞാൻ ക്ലാസ് എടുക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. അതനുസരിച്ചിട്ട് നമുക്ക് ക്ലാസ്സിൽ വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്ത് പോകണം. വേറെ എക്സ്ട്രാ നോട്ട്സ് കാര്യങ്ങളോ ഒന്നും തരുന്നില്ല. ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്ന കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോകാം. ദെൻ ഇമ്പോർട്ടന്റ് മാത്രം പഠിക്കാമെന്നല്ല അതിനർത്ഥം. ഞാൻ അത് കുറച്ചും കൂടി സ്ട്രെസ് ചെയ്തിട്ട് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് പറയുന്ന അണ്ടർലൈൻ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. ദെൻ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് വായിക്കണം. ദെൻ എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ട്. അത് എന്ത് ചെയ്യുക? കൃത്യമായിട്ടും ആ 5 questions അറ്റൻഡ് ചെയ്യാം. ഞാൻ ആ ക്ലാസ് കേട്ട ഓർമ്മയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെക്സ്റ്റ് ബുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അവിടെ അത്ര നല്ല രീതിയിൽ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു 5 മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ എക്സാം ഒക്കെ അറിയാലോ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ദെൻ ക്ലാസ്സിൽ റെക്കോർഡ്
ഇന്നലെ കിട്ടിയില്ല, മോക്ക് ടെസ്റ്റ് കിട്ടും കേട്ടോ. ഓക്കെ, വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട്. മോക്ക് ടെസ്റ്റ് കിട്ടും കേട്ടോ. ഇന്നലത്തെ ക്ലാസ്സിന്റെ കുറച്ച് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മോക്ക് ടെസ്റ്റ് കിട്ടിയിരിക്കും. എന്തായാലും പിന്നെ വേറെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളുടെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇനി എന്തെങ്കിലും ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ. അപ്പൊ വോയിസിൽ എന്തെങ്കിലും ബ്രേക്ക് ആവുന്നതോ അല്ലെങ്കിൽ ക്ലിയർ അല്ല, ക്ലാരിറ്റി ഇല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് കമന്റ്സ് ഇടാനായിട്ടുള്ള സൗകര്യം ഉണ്ട്. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ ഒന്ന് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് പറയുക. അത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. മാക്സിമം ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ഉണ്ടാകും. ദെൻ നിങ്ങളും അതുപോലെ കോപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകണം അല്ലെ. ഇതൊരു ഓൺലൈൻ ക്ലാസ് ആണ്, നമ്മൾ നേരിട്ട് കാണുന്നില്ല അല്ലെ. പലരുടെയും പേരുകൾ മാത്രം അല്ലെ. ഇപ്പൊ നിങ്ങൾ വീഡിയോ നമ്മൾ കാണുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ പേരുകൾ മാത്രം കാണുന്നുള്ളൂ. സോ നല്ല രീതിയിൽ നമുക്ക് കോപ്പറേറ്റ് ചെയ്തിട്ട് വേണം ക്ലാസ് മുന്നോട്ട് പോകാൻ. പിന്നെ എന്താ പറയാ, നിങ്ങൾ അധികം ടെൻഷൻ ഒന്നും ആവേണ്ട കാര്യമൊന്നുമില്ല. വളരെ ഫ്രീ ആയിട്ടിരിക്കുക ക്ലാസ്സിൽ. ഓക്കെ, നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ച് അങ്ങനെ ഒന്നും ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോഴും നല്ല എന്താ പറയാ പോസിറ്റീവ് ആയിട്ടിരിക്കുക. എപ്പോഴും ആ ഒരു മൈൻഡ് വേണം. ദെൻ പിന്നെ പറഞ്ഞതുപോലെ എല്ലാവരും നമ്മളൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും കോഴ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് അല്ലേ? ആണോ? ഫ്യൂച്ചറിൽ ഒരു ജോബ് വേണം. ആരും ചുമ്മാ വീട്ടിലിരുന്നിട്ട് ബോറടിക്കുന്നു എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് കരുതിയിട്ടാണോ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുത്തത്? അല്ല അല്ലെ. ഒരു ഭൂരിഭാഗം ആളുകളും ഫ്യൂച്ചറിലേക്കുള്ള ഒരു ജോബിന് വേണ്ടിയിട്ടാണ്. സോ ആ ഒരു കാര്യം എപ്പോഴും എല്ലാവരുടെ മനസ്സിലുണ്ടായിരിക്കണം. ആ ഒരു ഒറ്റ ലക്ഷ്യം മതി നമുക്ക് ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിച്ച് മുന്നേറുക. സോ കുറച്ച് ഹാർഡ് വർക്ക് എടുക്കേണ്ടടുത്ത് ഹാർഡ് വർക്ക് എടുക്കണം. ഒരു 6 month ആണ് നമ്മൾ ഹാർഡ് വർക്ക് എടുക്കേണ്ടത്. സോ ചിലപ്പോൾ കുറച്ച് ഉറക്കമൊക്കെ ഒഴിക്കേണ്ടതായിട്ട് വരും. നന്നായിട്ട് ഉറങ്ങുന്ന ആളുകളൊക്കെ ആയിരിക്കും. സോ കുറച്ച് നമ്മൾ സമയം മാറ്റി വെക്കുക. എന്തായാലും നമ്മളൊരു കോഴ്സിൽ ചേർന്നല്ലോ. സോ അത് നല്ല രീതിയിലോട്ട് അതിനെ നമ്മൾ നല്ലൊരു ലക്ഷ്യത്തിലോട്ട് എത്തിക്കാൻ കുറച്ച് എഫേർട്ട് എടുത്താൽ ഫ്യൂച്ചറിൽ അതിന്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാകും. ഓക്കെ, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു മോട്ടിവേഷൻ പോലെ പറഞ്ഞതാണ് കേട്ടോ. സോ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, പഠിക്കാം. നമുക്ക് ഫ്യൂച്ചറിൽ ജോബാണ് ആവശ്യം. എക്സാം എഴുതി നല്ല മാർക്ക് വാങ്ങിക്കുക എന്നത് മാത്രമായിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം. എല്ലാവർക്കും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ദെൻ എന്നും ക്ലാസ്സിലിരിക്കുമ്പോൾ ആ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഇരിക്കുക. ഓക്കെ, അപ്പൊ നല്ലൊരു ദിവസം തന്നെ ഞാൻ ഫസ്റ്റ്ലി എന്താ പറയാ നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇന്ന് എല്ലാവർക്കും. ദെൻ നമുക്ക് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ നിലവിൽ നമുക്ക് 2 ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ശരിക്കും ഒരു ഹോസ്പിറ്റലിന് പൂർണ്ണമായിട്ട് നമ്മൾ അറിയുന്നതാണ് അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഹോസ്പിറ്റലിൽ പോകാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ആരെങ്കിലും ഉണ്ടോ ഹോസ്പിറ്റലിൽ പോകാത്തവര്? നമ്മളുടെ അല്ലെ ഒരു മനുഷ്യ ജീവിതത്തിന്റെ നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ട് തന്നെയാണ് ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലേ? ആണോ? നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അല്ലെ. നമുക്കൊരു ചെറിയൊരു അസുഖമാണെങ്കിലും നമ്മൾക്കോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ അവർക്കാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകും. നമ്മൾ അങ്ങനെ സ്വയം ചികിത്സ നടത്തുന്ന ആളുകളൊന്നും അല്ലല്ലോ. അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ചെറിയ ചെറിയ ചികിത്സയൊക്കെ നടത്തും. പക്ഷെ അതിലും കുറച്ചും കൂടി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം, ഡോക്ടറെ കാണണം അല്ലേ. സോ നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നിങ്ങൾ ഈ ഒരു 6 മാസത്തെ കോഴ്സിലൂടെ ഹോസ്പിറ്റലിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുകളെ കുറിച്ചും നിങ്ങൾ ഹോസ്പിറ്റലിൽ എന്തൊക്കെയുണ്ടോ ഞാൻ പുറത്തുള്ള പ്രവർത്തനങ്ങളും അതിനകത്തുള്ള പ്രവർത്തനങ്ങളും ഇതൊക്കെയാണ് നമ്മൾ ഓരോ ചാപ്റ്ററിലൂടെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അതിൽ കുറെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടാകാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഒട്ടും അറിയില്ലാത്ത കാര്യങ്ങളും അതിൽ വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകം പറയാം. നിങ്ങൾ മാക്സിമം ഇതുപോലെ ചിലപ്പോൾ നിങ്ങൾ ഗ്യാപ്പ് ഉള്ളവരുണ്ടാകാം, ചിലപ്പോൾ കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാകാം, ചിലപ്പോൾ ഒരു കുറെ വർഷത്തെ ഗ്യാപ്പ് ഉള്ളവരൊക്കെ ഉണ്ടാകാം. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സിലുള്ളത്. സോ നിങ്ങൾ മാക്സിമം പഠിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ ബൈഹാർട്ട് ചെയ്തതിന് ഞാൻ ഒരിക്കലും ഒരു ബാച്ചുകളോട് ഞാൻ പ്രിഫർ ചെയ്യാറില്ല. കാരണം ചിലവർക്ക് ബൈഹാർട്ട് ചെയ്താൽ മാത്രം കിട്ടുന്നുള്ളവരുണ്ടാവും കേട്ടോ. ചെറുപ്പം മുതൽ അങ്ങനെ ശീലിച്ചവരുണ്ടാവും. മാക്സിമം നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. ദെൻ നിങ്ങൾക്ക് എക്സാം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. അത്യാവശ്യം മനസ്സിലാക്കി പഠിച്ച ഒരു കുട്ടിക്ക് ദെൻ ക്ലാസ് കേട്ട് ഒരു ഓർമ്മ വെച്ച് തന്നെ നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നോക്കാം. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ നിങ്ങൾ പോകാറുണ്ട് അല്ലെ, എല്ലാവരും തന്നെ പോയിട്ടുണ്ടെന്നാ പറഞ്ഞത്. സോ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഒ പി എന്ന് കേട്ടിട്ടുണ്ടോ? ഔട്ട് പേഷ്യന്റ് കേട്ടിട്ടുണ്ടോ? നോർമലി കേട്ടിട്ടുണ്ടാവും. ഇനി അതിനുള്ളിൽ എന്താണെന്ന് ഞാൻ ചോദിക്കണില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ ഒ പിയിൽ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒ പിയിൽ പോയി ചീറ്റ് എടുക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ ഇനി എന്താണ് ഈ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്.
OP കേട്ടോ. OPD എന്നാണ് നമ്മൾ അതിന് ഷോർട്ട് ഫോമിൽ പറയാ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. സോ ചുരുക്കത്തിൽ ഞാൻ പ്രത്യേകം പറഞ്ഞു തരാം. അതായത് ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ചെറിയൊരു അസുഖമായിട്ട്, ഇപ്പൊ ഒരു പനി ആയിക്കൊള്ളട്ടെ, ഒരു ചുമയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡോക്ടറെ കാണാൻ പോയി അല്ലെ. നമ്മൾ ഡോക്ടറെ കാണാൻ പോയി, നമ്മൾ OP പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ചീട്ട് എടുക്കുന്നു. എന്തായാലും നമ്മൾ കാർഡൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, OP ടിക്കറ്റ് ഒക്കെ എടുത്ത് ഡോക്ടറെ പോയി കാണുന്നു. ഡോക്ടർ നമ്മളെ ചികിത്സിക്കും അല്ലെ. ഡോക്ടർ നമ്മളെ നോക്കി പരിശോധിച്ചുകൊണ്ട് മെഡിസിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നു. പിന്നെ ഡോക്ടർ അഡ്മിറ്റ് ഒന്നും ചെയ്യുന്നില്ല, കാരണം ചെറിയൊരു പനിയോ ചുമയായിട്ട് നമ്മൾ ചെന്നിരിക്കുകയാണെ. സോ ചിലപ്പോൾ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ഡോക്ടർ ചെയ്യിപ്പിച്ചിട്ടുണ്ടാകും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡോക്ടറെ കാണുന്നു, ഡോക്ടർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. ചിലപ്പോൾ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ നമ്മൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ നമുക്ക് മെഡിസിൻസ് തന്നു, ഒരു 5 ദിവസത്തേക്കുള്ള മെഡിസിൻസ് തന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, ഡോക്ടറെ ഒക്കെ കണ്ടു, മെഡിസിൻ ഒക്കെ വാങ്ങിച്ചു, തിരികെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. ആ ഒരു സിറ്റുവേഷൻ മനസ്സിലായോ? നമ്മൾ നോർമലി പോകുന്ന കാര്യം തന്നെ. നമ്മൾ ചെറിയൊരു പനിയായിട്ട് ചെല്ലുന്നു, ഡോക്ടറെ കാണുന്നു, ഡോക്ടർ നമുക്ക് ട്രീറ്റ്മെന്റ്സ് ഒക്കെ തരുന്നു, മെഡിസിൻ ഒക്കെ തന്നു, 5 ഡേയ്സിനേക്കുള്ള ഒരു മെഡിസിൻ നമുക്ക് തന്നു, നമ്മൾ വീട്ടിലേക്ക് തിരികെ പോകുന്നു. നമ്മൾ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നില്ല. ഔട്ട് പേഷ്യന്റ്, നമ്മൾ പുറത്തേക്കാണ് പോകുന്നത്. ആ വാക്കിൽ തന്നെയുണ്ട് ഔട്ട് പേഷ്യന്റ്, OPD അല്ലോ. അപ്പൊ ഹോസ്പിറ്റലില് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാതെ തന്നെ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചു. നമ്മൾ തിരികെ വീട്ടിൽ പോകുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് എന്ത് വിളിക്കുക, OPD എന്ന് പറയുന്നത്. ഔട്ട് പേഷ്യന്റ് വാക്കിൽ തന്നെയുണ്ട് OPD, ഔട്ട്. നമ്മൾ വന്നു, ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു, മെഡിസിൻ ഒക്കെ തന്നു, നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. ഇതാണ് ഔട്ട് പേഷ്യന്റ് അല്ലെങ്കിൽ OPD എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? OPD ചാപ്റ്റർ ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ IPD എന്ന് പറയുന്നത് എന്തായിരിക്കും? OPD ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. സോ IPD എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻ പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ്, അഡ്മിറ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസുകൾ. നെക്സ്റ്റ് ചാപ്റ്റർ ഉണ്ട് കേട്ടോ, ഇൻ പേഷ്യന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മുമ്പോട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒന്ന് ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ കുറച്ചും കൂടി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. OPD മീൻസ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. OPD എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ ചുരുക്കത്തിൽ OPD എന്ന് പറയുന്നത്. Then ഇനി എന്താണ് OPD എന്ന് നോക്കാം. Where patients come to the hospital to consult their health issue with the doctors to start the treatment. അല്ലെ, നമ്മൾ പറഞ്ഞു പേഷ്യൻസ് വരുന്നു ഹോസ്പിറ്റലിലേക്ക് അവരുടെ ഹെൽത്ത് ഇഷ്യൂമായിട്ട്. വെറുതെ ചുമ്മാ ഹോസ്പിറ്റലിലേക്ക് കാണാനായിട്ട് നമ്മൾ വരില്ലല്ലോ. സോ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്നു, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നു, ഡോക്ടർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. OPD services are medical care provided on an outpatient basis. കണ്ടോ, OPD സർവീസസ് അതായത് പേഷ്യൻസിന് മെഡിക്കൽ കെയർ പരിചരണം കൊടുക്കുന്നത് ഔട്ട് പേഷ്യന്റ് ബേസിസിലാണ്. ഇനി എന്താണ് ഈ ഔട്ട് പേഷ്യന്റ് ബേസിസ് എന്ന് പറയുന്നത്? പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കാതെ പേഷ്യന്റിനുള്ള ട്രീറ്റ്മെന്റ്സും മെഡിസിൻസ് ഒക്കെ നൽകുന്നതാണ് ഔട്ട് പേഷ്യന്റ് ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആണോ? ഒരു പ്രാവശ്യം കൂടി നമുക്ക് വായിക്കാം. ഞാൻ വായിക്കുമ്പോൾ എന്റെ ഒപ്പം നിങ്ങളും ഒന്ന് വായിച്ചു പോണേ. OPD means outpatient department, where patients come to the hospital to consult their health issues with the doctors to start treatment. OPD services are medical care provided on an outpatient basis. അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, വായിച്ചിട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് തുടങ്ങി അണ്ടർലൈൻ ചെയ്തോളൂ. OPD എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടേക്ക് എന്താണ്, പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്നു, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് പേഷ്യന്റ് വരുന്നു, ഡോക്ടറിനെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നു, ഡോക്ടർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ദെൻ ഔട്ട് പേഷ്യന്റ് ബേസിസിൽ, അതായത് പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാതെ തന്നെ പേഷ്യന്റിനുള്ള ട്രീറ്റ്മെന്റ്സും മെഡിസിൻസുകളും ഡോക്ടേഴ്സ് നൽകുന്നതിനെയാണ് എന്ത് വിളിക്കുക, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോ? ഔട്ട് പേഷ്യന്റ് ബേസിസ് വരുന്നത് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. ഓക്കെ, ദെൻ ക്ലിയർ ആണോ എല്ലാവർക്കും എന്താണ് OPD എന്നുള്ളത്? ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല. ഓക്കെ, ടെക്സ്റ്റിന് കിട്ടുമ്പോൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാത്തവര് വിഷമിക്കണ്ട, ടെക്സ്റ്റ് കിട്ടുമ്പോൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോയോ, അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോന്നെങ്കിലോ OPD എന്താണ്, അഡ്മിറ്റ് ചെയ്യാതെ പേഷ്യൻസിന് ഒന്നും കൂടി പറയണോ? ഓക്കെ, ഒന്നും കൂടി പറയാൻ ശ്രദ്ധിക്കാം കേട്ടോ.
OPD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ OPD-യുടെ നമ്മൾ ഷോർട്ട് ഫോം ആയിട്ടാണ് ഈ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെയാണ് OPD എന്ന് പറയുന്നത്. OPD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസ് എന്തെങ്കിലും അവരുടെ ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് ഡോക്ടറെ കാണാനായിട്ട് വരുന്നു, ഡോക്ടർ അവരെ കൺസൾട്ട് ചെയ്യുന്നു, ട്രീറ്റ്മെന്റ്സുകൾ കൊടുക്കുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസുകളൊക്കെ കൊടുത്ത് നമ്മളെ പേഷ്യന്റിനെ വീട്ടിലേക്ക് വിടുന്നു, അഡ്മിറ്റ് ചെയ്യുന്നില്ല. അതിനാണ് ഔട്ട് പേഷ്യന്റ് ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ നോക്കാം. ദാറ്റ് ഇൻക്ലൂഡ്സ്, അതായത് ഔട്ട് പേഷ്യന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദാറ്റ് ഇൻക്ലൂഡ്സ് ഡയഗ്നോസിസ്, ഔട്ട് പേഷ്യന്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? ദാറ്റ് ഇൻക്ലൂഡ്സ് ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ്. ഇത്രയും കാര്യങ്ങളാണ് OPD-യിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആരും പേടിച്ചൊന്നും പോകണ്ട, എന്തൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞുതരാം കേട്ടോ. ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ്. ഇനി അവ ഓരോന്നും എന്താണെന്ന് പഠിക്കാം. ഫസ്റ്റ് വൺ, ഡയഗ്നോസിസ്. എന്ത് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിങ് അറിയാമോ? കേട്ടിട്ടുണ്ടോ? ഡയഗ്നോസിസ് ആദ്യമായിട്ട് കേൾക്കുകയാണ് എല്ലാവരും. ഒരാൾ പോലും കേട്ടിട്ടില്ല എന്താ ഡയഗ്നോസിസ് എന്ന്? ആർക്കറിയില്ല? രോഗനിർണയം അല്ലെ? രോഗത്തെ നമ്മൾ നിർണയിക്കുന്നതാണ്, രോഗത്തെ കണ്ടുപിടിക്കണ്ടേ? നമ്മൾ ഹോസ്പിറ്റലിൽ പോണത് അതിന് വേണ്ടിയിട്ടല്ലേ? വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് രോഗം കണ്ടുപിടിക്കാൻ പറ്റുമോ? നമ്മൾ സ്വയം കണ്ടെത്താൻ പറ്റുമോ രോഗത്തിനെ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതും. ദെൻ ഡോക്ടർ എന്ത് ചെയ്യുന്നു? എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ടെസ്റ്റുകൾ നമുക്ക് തരുന്നു അല്ലെ? സോ ഡയഗ്നോസിസ്, രോഗനിർണയം. അറിയില്ലാത്തവര് ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ മലയാളത്തിൽ തന്നെ ഒന്ന് മേളിലൊന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. മെഡിക്കൽ ടേംസുകളും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് നിങ്ങൾ കേൾക്കുന്നതാണെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, ഫൈൻഡിങ് ഔട്ട് സിക്നസ്. ഓക്കെ, നമ്മൾ രോഗത്തെ കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇപ്പൊ ഡയഗ്നോസിസ് എഴുതി വെച്ചോ. അറിയില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഇങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, പുതിയ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഡയഗ്നോസിസ് നോക്കാം. The identification of the nature of an illness or other problem by examination of symptoms. Identification of the nature of an illness. Illness എന്ന് പറഞ്ഞാൽ അറിയാലോ, രോഗങ്ങൾ. Or other problem by examination of symptoms. Symptoms എന്ന് പറഞ്ഞാൽ എന്താ? സിംറ്റംസ്, നമ്മൾ ഓരോ സിംറ്റംസ് കാണിക്കുന്നെന്ന് പറയില്ലേ ഓരോ അസുഖങ്ങൾക്ക്? സിംറ്റംസ് എന്ന് വെച്ചാൽ എന്താണ്? യെസ്, ലക്ഷണങ്ങൾ അല്ലെ? നമ്മളിപ്പോ പനിയാണെങ്കിൽ നമുക്കറിയാം ഭയങ്കര ബോഡി പെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര തലവേദന ആയിരിക്കും. അപ്പൊ അതൊരു ലക്ഷണങ്ങളാണ്. അപ്പൊ നമ്മൾ പറയും ഭയങ്കര ശരീരവേദനയുണ്ട്, തലവേദനയുണ്ട്, അപ്പൊ അത് പനിക്കുള്ള ഒരു ഇതാണ്, ലക്ഷണമാണ് അല്ലെ നമ്മൾ പറയും. അപ്പൊ നമ്മൾ ഓരോ രോഗത്തെ കണ്ടുപിടിക്കുന്നത് ചിലപ്പോൾ അതിന്റെ സിംറ്റംസിലൂടെ ആയിരിക്കും അല്ലെ? സോ ഇവിടെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡന്റിഫിക്കേഷൻ, അതായത് രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ സിംറ്റംസ് ഒക്കെ നോക്കിയിട്ട് ഒരു രോഗത്തിന്റെയോ അല്ലെങ്കിൽ ആ രോഗത്തിന്റെ മറ്റു പ്രശ്നങ്ങളോ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അതായത് ഇപ്പോ സിംറ്റംസ് നോക്കിയിട്ട് അതിനെതിരായിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യും. ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു സിംറ്റംസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ പനിയുണ്ടോ, നമ്മളപ്പോ എന്ത് ചെയ്യും? ഒന്ന് ടെമ്പറേച്ചർ, നമ്മൾ തെർമോമീറ്റർ വെച്ച് ടെമ്പറേച്ചർ നോക്കും. നല്ല ബോഡി പെയിൻ ഉണ്ട്, നല്ല തലവേദന ഉണ്ടെങ്കിൽ നമുക്കറിയാം അത് പനിക്കുള്ള ലക്ഷണമാണ് അല്ലെ? പനി വരാനായിട്ടുള്ള ലക്ഷണങ്ങളാണ്. സോ എന്ത് ചെയ്യുന്നു? നമ്മൾ തെർമോമീറ്ററിൽ ഒന്ന് എത്രയാണ് പനി, എത്ര ഡിഗ്രി ഉണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. സോ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ രോഗത്തെ കണ്ടെത്തുക. ഓക്കെ, രോഗങ്ങളെ നമ്മൾ കണ്ടെത്തുക എന്നതാണ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ആ ഒരു സെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട് എപ്പോഴും. ഓരോന്നും എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡയഗ്നോസിസ് എന്താണ്, ഒബ്സർവേഷൻ എന്താണ്, കൺസൾട്ടേഷൻ. സോ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, പ്രീവിയസ്ലി നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഡയഗ്നോസിസ് ആണ് നമ്മൾ പറഞ്ഞത്. രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ രോഗത്തെ നമ്മൾ കണ്ടെത്തുന്നതിനെയാണ് എന്ത് വിളിക്കുക? ഡയഗ്നോസിസ് എന്ന് പറയുന്നത്, രോഗനിർണയം. ഓക്കെ, രണ്ടാമതായിട്ട് പറയുന്നത് ഒബ്സർവേഷൻ. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, മെഡിക്കൽ ടേം ഒന്നും അല്ലല്ലോ. എന്താ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാല്? പേഷ്യന്റ് ഒബ്സർവേഷനിലാണെന്ന് പറയും അല്ലെ? പറയാറില്ലേ? നമ്മുടെ ഹോസ്പിറ്റലിൽ ചിലപ്പോ ആരെങ്കിലും അഡ്മിറ്റ് ചെയ്യുമ്പോഴേ 24 hours ചിലപ്പോ പേഷ്യന്റിനെ ഒബ്സർവേഷനിൽ വെച്ചിരിക്കുകയാണ് അല്ലെ? നിരീക്ഷണം. അതായത് ദ ആക്ഷൻ ഓഫ് ക്ലോസ്ലി മോണിറ്ററിങ് സംവൺ. അതായത് നമ്മളൊരു വ്യക്തിയെ
നമ്മൾ എന്താണ് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക. അതായത് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു എന്താ പറയാ ഇപ്പൊ നമ്മൾ വീഴ്ചകളൊക്കെ സംഭവിക്കുമ്പോൾ ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഇപ്പൊ വീണ് കുട്ടികൾ മാത്രമല്ല കേട്ടോ ഒരു വീഴ്ചകൾ സംഭവിക്കുമ്പോൾ തലക്കൊക്കെ നമ്മൾ തലടിച്ചിട്ടാണ് വീണതെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ഡോക്ടർ പറയും ഒന്ന് ഒബ്സർവേഷനിൽ വെക്കാം. ഇനി ആള് വോമിറ്റ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ കുറച്ച് സിംറ്റംസ് കാണിക്കുന്നുണ്ടോ, അങ്ങനെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ നോക്കാനായിട്ട് ഒബ്സർവേഷനിൽ വെക്കാറില്ലേ? കേട്ടിട്ടുണ്ടോ? നോർമലി നമ്മൾ പറയാറുണ്ട് അല്ലെ, ഇപ്പൊ ആള് വോമിറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പേഷ്യന്റിനെ നമ്മൾ ഒബ്സർവേഷനിൽ വെക്കുന്നത്. സോ ദ ആക്ഷൻ ഓഫ് ക്ലോസ്ലി മോണിറ്ററിങ് സമൺ, ഒരു വ്യക്തിയെ സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിക്കുക, ഒബ്സർവ് ചെയ്യുന്നതാണ് ഇതിന്റെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പോ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ രോഗത്തെ നിർണ്ണയിക്കുക, രോഗത്തെ നമ്മൾ കണ്ടെത്തുന്നത്. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു വ്യക്തിയെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക. നിരീക്ഷിക്കുന്നത് എന്തിനാണ്? ആൾക്ക് എന്തെങ്കിലും മറ്റു വോമിറ്റിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വരുന്നുണ്ടോ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് പറയുന്നത് കൺസൾട്ടേഷൻ. ഈ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, കേട്ടിട്ടില്ലേ എല്ലാവരും? കൺസൾട്ടേഷൻ അല്ലെ? കൺസൾട്ട് ചെയ്യുന്നത് ആരാണ്? കൺസൾട്ടേഷൻ ആരെയാണ് നമ്മൾ കൺസൾട്ടേഷന് വേണ്ടി പോകുന്നത്? നമ്മൾ ഹോസ്പിറ്റലിൽ പോകില്ലേ കൺസൾട്ടേഷന്? യെസ്, നമ്മൾ ഡോക്ടറെ അല്ലേ കൺസൾട്ട് ചെയ്യുന്നത്. ഓക്കെ, എ മീറ്റിംഗ് വിത്ത് ആൻ എക്സ്പെർട്ട് മെഡിക്കൽ ഓഫീസർ ഇൻ ഓർഡർ ടു സീക്ക് അഡ്വൈസർ. എ മീറ്റിംഗ്, ഒരു മീറ്റിംഗ് ആണ്. നമ്മുടെ ഡോക്ടറും നമ്മളും തമ്മിലൊരു മീറ്റിംഗ് പോലെയാണ് അല്ലെ? നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്നു, നമുക്ക് ഇന്ന അസുഖം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അല്ലെ? ഡോക്ടറോട് നമ്മൾ പറയില്ലേ? ഡോക്ടർ നമ്മുടെ മുഖം നോക്കിയിട്ട് നമ്മുടെ അസുഖം എന്താണെന്ന് തിരിച്ചറിയുകയാണോ ചെയ്യുന്നത്? അങ്ങനെയാണോ? നമ്മൾ പോയി വെറുതെ ഇരിക്കുന്നു, ഡോക്ടർ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് പനിയാണല്ലേ, ചുമയാണല്ലേ, ഇതാണല്ലോ നിങ്ങളുടെ ബുദ്ധിമുട്ട്, അങ്ങനെയാണോ പറയുന്നത്? അങ്ങനെയാണോ? നമ്മൾ പേഷ്യന്റ് ആണ് പറയുന്നത് അല്ലെ? ഡോക്ടർ നമ്മളോട് ചോദിക്കും എന്താണ് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പറയുന്നു പറയുമ്പോൾ നമ്മളാണ് പറയുന്നത് അതിന്റെ ബുദ്ധിമുട്ടുണ്ട്, ചിലപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല, നല്ല കോൾഡാണ്, അല്ലെങ്കിൽ പനിയുണ്ട് അല്ലെ? എന്നിട്ടാണ് ഡോക്ടർ എന്ത് ചെയ്യുന്നത്? നമുക്ക് അഡ്വൈസ് തരും അല്ലെങ്കിൽ ഓർഡർ തരും അല്ലെ? ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ഫുഡ് കഴിക്കാൻ പാടില്ല, തണുത്തത് കഴിക്കാൻ പാടില്ല, മെഡിസിൻ കൃത്യമായിട്ട് കഴിക്കണം അല്ലെ? നമുക്ക് അഡ്വൈസ് തരുന്നത് ഡോക്ടറാണ്. സോ പേഷ്യന്റും ഡോക്ടറും കൂടി തമ്മിലുള്ള ഒരു മീറ്റിംഗ് ആണ് ഈ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എ മീറ്റിംഗ് വിത്ത് ആൻ എക്സ്പേർട്ട് മെഡിക്കൽ ഓഫീസർ, അതായത് ഡോക്ടേഴ്സിനെ തന്നെയാണ് ഈ എക്സ്പേർട്ട് മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു സീക്ക് അഡ്വൈസ്, ദെൻ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്കുള്ള നമ്മളുടെ അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മെഡിസിൻസ് നമുക്ക് കുറിക്കുന്നു, പ്രിസ്ക്രിപ്ഷൻ തരുന്നു, അതുപോലെ തന്നെ എന്താണ് മറ്റ് അഡ്വൈസുകളും ഡോക്ടർ തരുന്നു. സോ ഡോക്ടറും പേഷ്യന്റ് തമ്മിലുള്ള ഒരു മീറ്റിംഗ് ആണ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. ദെൻ ആ മീറ്റിംഗിലൂടെ ഡോക്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യുന്നു? അഡ്വൈസ് തരുന്നു. അഡ്വൈസ് അല്ലേ തരുന്നത്? ഇന്ന കാര്യങ്ങൾ ചെയ്യണം, മെഡിസിൻ ഇത്ര സമയം കഴിക്കണം, ദെൻ 5 days മെഡിസിൻസ് കൃത്യമായിട്ട് കഴിക്കണം, ഇന്ന ഫുഡ്സുകൾ കഴിക്കാൻ പാടില്ല, ചില ഫുഡുകൾ മാത്രം കഴിക്കണം, ദെൻ റെസ്റ്റ് എടുക്കണം, പറയില്ലേ? ഇതൊക്കെ നമുക്ക് തരുന്ന അഡ്വൈസ് ആണ്. നമ്മുടെ ഡോക്ടർ തരുന്ന അഡ്വൈസ് പാലിക്കുകയാണ് ചെയ്യുന്നത്, എങ്കിൽ മാത്രമേ നമ്മളുടെ അസുഖം പൂർണ്ണമായിട്ടും മാറുകയുള്ളൂ. ഓക്കെ, അതാണ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. എ മീറ്റിംഗ് വിത്ത് ആൻ എക്സ്പേർട്ട് മെഡിക്കൽ ഓഫീസർ ഇൻ ഓർഡർ ടു സീക്ക് അഡ്വൈസ്. ഓക്കെ, ഇത് കംപ്ലീറ്റ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഞാൻ ഇനി പ്രത്യേകം പറയണ്ടല്ലോ, അത് കംപ്ലീറ്റ് പഠിക്കണം ഓരോന്നും എന്താണെന്നുള്ളത്. ഡയഗ്നോസിസ് എന്താണ്, ഒബ്സർവേഷൻ, ഇതുപോലെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചാലും നിങ്ങൾക്ക് ഒരു ബൈഹാർട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം അത് വായിക്കുമ്പോൾ തന്നെ എന്താണെന്നുള്ളത് മനസ്സിലാകും. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, ശ്രദ്ധിക്കാതെ ഞാൻ പറയാം. ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ നേച്ചർ ഓഫ് ആൻ ഇൽനെസ് ഓർ അതർ പ്രോബ്ലം ബൈ എക്സാമിനേഷൻ ഓഫ് സിംറ്റംസ് ഈസ് കോൾഡ്. എന്താണ്? നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ? സിംറ്റംസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രോഗത്തെ നിർണ്ണയിക്കുന്നതിന് എന്താ പറയാ? ഡയഗ്നോസിസ് അല്ലെ? നമ്മൾ അങ്ങനെ മനസ്സിലാക്കി പഠിച്ചു വെക്കാം. അപ്പൊ നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ബുദ്ധിമുട്ട് വരില്ല. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ബൈഹാർട്ട് ചെയ്ത മാത്രം കിട്ടുമെന്നുള്ളവരാണെങ്കിൽ അങ്ങനെ തന്നെ പഠിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്: ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ. 3 ക്ലിയർ ആണോ എല്ലാവർക്കും? മനസ്സിലായോ? 3 ഡയഗ്നോസിസ് എന്താണ്, ഒബ്സർവേഷൻ എന്താണ്, കൺസൾട്ടേഷൻ. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഞാൻ പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? സ്പീഡ് ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ?
ദെൻ സ്പീഡ് കൂടുതലാണെങ്കിൽ പറയാ. ദെൻ എന്റെ ഒരു നോർമൽ സ്പീഡ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഓൾറെഡി എന്റെ ഒരു ക്ലാസ്സിന്റെ ഒരു നോർമൽ സ്പീഡ് ഇതാണ്. ദെൻ ഫസ്റ്റ്ലി എന്റെ ഒരു നോർമൽ സ്പീഡ് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അപ്പോ ഇനി എന്താ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ സ്പീഡ് കൂടുതലാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ മതി. ഓക്കെ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്ലാങ് ആയിരിക്കില്ലേ. ചിലപ്പോ എന്റെ സ്ലാങ് ചിലപ്പോ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയേക്കാം അല്ലെ. നമ്മൾ ആ ഒരു സംസാരത്തിന്റെ ടോൺ അങ്ങനെയാണല്ലോ, ഓരോ ഏരിയയിലും സെപ്പറേറ്റഡ് ആണല്ലോ. ഓക്കെ, ബ്രേക്ക് ആവുന്നുണ്ടോ വോയിസ്? എല്ലാവർക്കും ഉണ്ടോ അങ്ങനെ വോയിസ് ബ്രേക്ക് ആവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്: ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ. ഇനി നാലാമത് നോക്കാം, ട്രീറ്റ്മെന്റ്. എന്താ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്? ട്രീറ്റ്മെന്റ് ചികിത്സ അല്ലെ. നോക്കാം. The medical care given to a patient for an illness or injury. അല്ലെ, നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് എപ്പോഴാണ്? ഇൽനെസ് ഓർ ഇഞ്ചുറി. ഒരു നമ്മള് അസുഖമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഞ്ചുറീസ് സംഭവിച്ചു വരുന്ന വ്യക്തികൾക്ക്, പേഷ്യൻസിന് കൊടുക്കുന്ന മെഡിക്കൽ കെയർ അല്ലെ. മെഡിക്കൽ കെയറിനെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ചുമ്മാ ഓരോ വ്യക്തിക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുമോ? വെറുതെ ഇരിക്കുന്ന ആൾക്ക് നമ്മൾ ചികിത്സ കൊടുക്കാറുണ്ടോ? ഇല്ല. ഒന്നില്ലെങ്കിൽ ആ പേഷ്യന്റിന് എന്തെങ്കിലും അസുഖമായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും പരിക്കുകൾ സംഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിക്കാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, മെഡിക്കൽ കെയർ കൊടുക്കുന്നത്. The medical care given to a patient for an illness or injury. ഒരു ഇൽനെസ് ആയിട്ടോ, ഇൽനെസ് എന്ന് പറഞ്ഞാൽ രോഗം അല്ലെങ്കിൽ അസുഖം, ഇൽനെസ് ആയിട്ടോ ഇഞ്ചുറി ആയിട്ടോ സംഭവിച്ചിട്ടുള്ള ഒരു പേഷ്യൻസിന് മെഡിക്കൽ കെയർ കൊടുക്കുന്നതിനെയാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രീറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. Then നെക്സ്റ്റ് വൺ, ഇന്റർവെൻഷൻ. എന്താ ഇന്റർവെൻഷൻ മീനിങ്? മലയാളത്തിൽ എന്താ പറയാ, കേട്ടിട്ടുണ്ടോ? ഇടപെടൽ അല്ലെ. ഇതൊരു മെഡിക്കൽ ടൈം ഒന്നല്ല കേട്ടോ. ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇടപെടലുകളാണ് അല്ലെ. അതായത് നോക്കാം, ആക്ഷൻ ടേക്കൻ ടു ഇംപ്രൂവ് മെഡിക്കൽ ഡിസോർഡർ. മെഡിക്കൽ ഡിസോർഡർ മാറാനായിട്ട് നമ്മൾ എടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയുമാണ് ഇടപെടലുകൾ എന്ന് പറയുന്നത്. മെഡിക്കൽ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ അല്ലാത്തത്, അതായത് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചതായിരിക്കാം അല്ലെങ്കിൽ മറ്റസുഖങ്ങളൊക്കെ ഉള്ളത്, അതാണ് ഈ മെഡിക്കൽ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ചിലപ്പോ ഫിസിക്കലി ആവാം, മെന്റലി ആയിട്ടും ആകാം. ഓക്കെ, അങ്ങനെ മെഡിക്കൽ ഡിസോർഡർ ഉള്ളവരെ നമ്മൾക്ക് എടുക്കുന്ന അവരുടെ ആ ഒരു ഡിസോർഡർ ഓക്കെ ആവാനായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എക്സാമ്പിൾ ഏതെങ്കിലും ഒന്ന് പറയാമോ നിങ്ങൾക്ക്? ഒന്ന് ആലോചിച്ച് നോക്കി. ഹോസ്പിറ്റലില് നമ്മൾ പേഷ്യൻസിന് എടുക്കുന്ന പ്രവർത്തനങ്ങൾ, അവരുടെ അസുഖം പൂർണ്ണമായി മാറാനും ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ള വ്യക്തികൾക്ക് നമ്മൾ മാറാനും മറ്റും എടുക്കുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയായിരിക്കും ഇടപെടലുകൾ എന്ന് പറയുന്നത്? എക്സാമ്പിൾ ഏതെങ്കിലും ഒന്ന് പറയാമോ? എക്സാമ്പിൾ ആണ് ഞാൻ ചോദിച്ചത്. നമ്മൾ പേഷ്യന്റിന് നമ്മൾ കൊടുക്കുന്ന ഇടപെടലുകൾ എന്തൊക്കെയാണ്? മുറിവ് വെച്ച് കെട്ടല്, ഓക്കെ, അത് നമ്മൾ കെയർ കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ വേറെ എന്തൊക്കെയായിരിക്കാം? അതായത് ടെസ്റ്റുകൾ ചെയ്യും അല്ലെ, ടെസ്റ്റുകൾ ചെയ്യും, മറ്റ് പ്രൊസീജിയേഴ്സുകൾ അല്ലെ, ചെക്കിങ് ചെയ്യാം, ചെക്കപ്പ് ചെയ്യാം. ദെൻ മറ്റിപ്പോ എക്സ്റേ ചെയ്യുന്നത്, സ്കാനിങ്, അതുപോലെ തെറാപ്പി പറയാം അല്ലെ. അതുപോലെ തന്നെ എന്താണ് നമ്മൾ സർജറി, ചെക്കപ്പ് ചെയ്യാം, സ്കാനിങ് ചെയ്യുന്നത്, ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാം അല്ലെ, എക്സ്റേ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് മറ്റ് ഫിസിയോതെറാപ്പി പോലുള്ള അങ്ങനെ മറ്റു ടെസ്റ്റുകൾ, എല്ലാ പ്രവർത്തനങ്ങളും. ഓക്കെ, കൗൺസിലിംഗ് ചെയ്യാം. അതൊക്കെ ഒരു ഇടപെടലുകളാണ് അല്ലെ. പേഷ്യന്റിന്റെ ആ ഒരു മെഡിക്കൽ ഡിസോർഡറിൽ നിന്നും ആള് നമ്മുടെ നോർമൽ ലൈഫിലോട്ട് എത്തിക്കാനായിട്ടുള്ള ഇടപെടലുകൾ. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമുക്ക് ഇന്റർവെൻഷനിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്റർവെൻഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ആക്ഷൻ ടേക്കൻ ടു ഇംപ്രൂവ് എ മെഡിക്കൽ ഡിസോർഡർ. മെഡിക്കേഷൻ കൊടുക്കാം, അത് നമ്മൾ കൊടുക്കുന്നത് ഒരു ഇടപെടലല്ലേ. പേഷ്യന്റിന് നമ്മൾ നൽകിയാണ് മെഡിസിൻസ് അല്ലെ. ലാസ്റ്റ് വൺ, റീഹാബിലിറ്റേഷൻ. കേട്ടിട്ടുണ്ടോ? റീഹാബിലിറ്റേഷൻ മലയാളത്തിൽ എന്താ പറയാ? പ്രോപ്പർ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും എളുപ്പം, പ്രോപ്പർ മലയാളത്തിനും. ഓക്കെ, പുനരധിവാസം അല്ലെ. അതിന് നല്ലത് റീഹാബിലിറ്റേഷൻ തന്നെയല്ലേ? ആണോ? ചില വേർഡ്സിന്റെ നമ്മളെ പ്രോപ്പർ മലയാളത്തിലും ഏറ്റവും നല്ലത് ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും അല്ലെ. റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പുനരധിവാസം. ഇനി റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സുകൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീടിന്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഏതൊക്കെയാണ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സുകൾ? എക്സാമ്പിൾ, അവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ
ഡ്രഗ് റിലീഫിന്റെ ഓക്കെ വേറെ എന്തൊക്കെയാണ് യെസ് ഫിസിയോതെറാപ്പി അല്ലെ കൂടുതലും നമ്മൾ റീഹാബിലിറ്റേഷൻ സെന്ററിൽ കാണുന്നത് എന്താണ് ഫിസിയോതെറാപ്പിയാണ് അതുപോലെ തന്നെ സ്പീച്ച് തെറാപ്പി കെയർ ഹോംസ് പറയാം പാലിയേറ്റീവ് സെന്റർ നമ്മളത് സെപ്പറേറ്റഡ് അല്ലേ റീഹാബിലിറ്റേഷൻസിൽ ഇതുപോലെ നമ്മൾ കൂടുതലായിട്ടും സ്പീച്ച് തെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൗൺസിലിംഗ് മേ ബി ചിലപ്പോൾ റീഹാബിലിറ്റേഷൻസിൽ വന്നേക്കാം ഓക്കെ അപ്പൊ നോക്കാം ഇനി എന്താണ് റീഹാബിലിറ്റേഷൻസ് എന്ന് നമുക്ക് വായിക്കാം The action of restoring someone to health or normal life through training and therapy after illness. എന്താ പറയുന്നത് ഒരു പ്രാവശ്യം കൂടി നോക്കാം കേട്ടോ The action of restoring someone to health or normal life through training and therapy after illness. അതായത് ആഫ്റ്റർ ഇല്ലൻസ് ആണ് അതായത് രോഗത്തിന് ശേഷമുള്ള ഒരു തെറാപ്പിയിലൂടെയോ അല്ലെങ്കിൽ ട്രെയിനിങ്ങിലൂടെയോ ആ ഒരു വ്യക്തിയെ അവരുടെ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്ന പ്രവർത്തനമാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയാം അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു പേഷ്യന്റിന് ഒരു ആക്സിഡന്റ് സംഭവിച്ച ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. സോ നല്ല രീതിയിൽ അദ്ദേഹത്തിന് ആക്സിഡന്റിൽ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. സോ സർജറി ഒക്കെ ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നു, സർജറി ഒക്കെ കഴിഞ്ഞു. എങ്കിലും ആൾക്ക് ചിലപ്പോ 1-2 മാസം ഫിസിയോതെറാപ്പി കൂടി ചെയ്യണം എന്ന് പറയും. എങ്കിലും ആൾക്ക് ചിലപ്പോൾ നോർമൽ ആയിട്ട് നടക്കാനായിട്ട് സാധിക്കുള്ളൂ. നോർമൽ തനിയെ സ്വയം നടക്കാനൊക്കെ സാധിക്കണമെങ്കിൽ ഒരു റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ആവശ്യമാണ് അല്ലേ. അപ്പോ ഈ ഒരു 2 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം ചിലപ്പോൾ എത്രയാണ് ഡോക്ടർ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു കാലയളവ് അതിൽ നമ്മൾ ഈ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ട് ആള് നമ്മള് നോർമൽ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. സോ രോഗത്തിന് ശേഷം നമ്മൾ പേഷ്യന്റിനെ നോർമൽ ലെവലിലോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്സും തെറാപ്പികളുമാണ് എന്ത് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ സ്പീച്ച് തെറാപ്പി പറഞ്ഞു അല്ലെ. ഇപ്പൊ സംസാരം നല്ല രീതിയിൽ വഴങ്ങാൻ ഇപ്പൊ ഇതുപോലെ എന്തെങ്കിലും നമുക്കൊരു ഇഞ്ചുറി സംഭവിച്ചു കഴിയുമ്പോൾ ചിലപ്പോ അതുപോലെ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരാം. സോ ആ ഒരു ടൈമിൽ നമുക്ക് ഇതുപോലെ തെറാപ്പികളൊക്കെ ചെയ്യാം. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, അങ്ങനെ അതിനുള്ള എല്ലാ ട്രെയിനിങ്സുകളും ഈ റീഹാബിലിറ്റേഷൻ സെന്ററുകളിൽ അവൈലബിൾ ആണ്. സോ പേഷ്യന്റിനെ ഒരു അസുഖത്തിൽ നിന്നും രോഗത്തിന് ശേഷം പുതിയൊരു ലൈഫിലോട്ട് അവന്റെ നോർമൽ ലൈഫിലോട്ട് എത്തിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്സുകളും തെറാപ്പിയുമാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? റീഹാബിലിറ്റേഷൻ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, നമുക്കിനി ഒരു പ്രാവശ്യം കൂടി വായിക്കാം. അപ്പൊ നമ്മൾ നോക്കിയത് OPD-യിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. OPD എന്താണെന്ന് ഇനി ഞാൻ പറയുന്നില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദെൻ OPD-യിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. ഫസ്റ്റ് വൺ ഡയഗ്നോസിസ്, രോഗനിർണയം. രോഗനിർണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ രോഗത്തെ നമ്മൾ ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്നതിനെയാണ് ഡയഗ്നോസിസ് അല്ലെങ്കിൽ രോഗനിർണയം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഒബ്സർവേഷൻ, നിരീക്ഷണം. The action of closely monitoring someone. ഒരു വ്യക്തിയെ നമ്മൾ ക്ലോസ്ലി മോണിറ്ററിംഗ് ചെയ്യുന്നതിനെയാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. Then third one consultation, കൂടിക്കാഴ്ച. പ്രോപ്പർ മലയാളത്തിൽ കൂടിക്കാഴ്ച എന്നാണ് പറയാം. A meeting with an expert medical officer in order to seek advice. മെഡിക്കൽ ഓഫീസറോ അല്ലെങ്കിൽ ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള ഒരു മീറ്റിംഗ് ആണ്. ദെൻ ഡോക്ടർ നമുക്ക് അഡ്വൈസ് ഈ ഒരു മീറ്റിംഗിലൂടെ നമുക്ക് അഡ്വൈസ് തരുന്നു. ദെൻ ട്രീറ്റ്മെന്റ്, the medical care given to a patient for an illness or injury. ഒരു ഇൽനസ് ആയിട്ടോ ഇഞ്ചുറി ആയിട്ട് വരുന്ന പേഷ്യന്റിന് കൊടുക്കുന്ന മെഡിക്കൽ കെയറിനെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് അഥവാ ചികിത്സ എന്ന് പറയുന്നത്. Then intervention, ഇടപെടലുകൾ. Action taken to improve a medical disorder. ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ ഡിസോർഡർ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ. എക്സാമ്പിൾ ആണ് ടെസ്റ്റുകള്, പ്രൊസീജിയറുകള്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മെഡിക്കൽ ഡിസോർഡർ മാറാൻ വേണ്ടി നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ, ഇടപെടലുകളാണ്. The last one, rehabilitation. The action of restoring someone to health or normal life through training and therapy after illness. നമ്മൾ രോഗത്തിന് ശേഷമുള്ള പരിശീലനത്തിലൂടെയും അതുപോലെ തന്നെ ട്രെയിനിങ്ങിലൂടെയും തെറാപ്പിയിലൂടെയും ആ പേഷ്യന്റിനെ നോർമൽ ലൈഫിലോട്ട് അല്ലെങ്കിൽ നോർമൽ ഹെൽത്തിലോട്ട് എത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് റീഹാബിലിറ്റേഷൻ. എക്സാമ്പിൾ ആണ് ഫിസിയോതെറാപ്പി. വേണമെങ്കിൽ സൈഡിലോ ബ്രാക്കറ്റിലൊന്ന് ഫിസിയോതെറാപ്പി എന്നൊന്ന് എഴുതി വെക്കുക കേട്ടോ. റീഹാബിലിറ്റേഷന്റെ ആ സെന്റൻസ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റില ഫിസിയോതെറാപ്പി എന്നൊന്ന് എഴുതി വെച്ചേക്കാം. അപ്പൊ നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഡൗട്ട്സ് ഒന്നും വരില്ല.
സൈഡിൽ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഫിസിയോതെറാപ്പി. ഓക്കെ, ഇനി നിങ്ങൾ അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇൻട്രൊഡക്ഷനിൽ കുഞ്ഞു പാരഗ്രാഫ് വായിക്കണം. ഡയഗ്നോസിസ് ഒബ്സർവേഷൻ എന്താണെന്ന് വായിക്കാം. ഒരു പ്രാവശ്യം വായിക്കാം. വായിക്കുമ്പോൾ മനസ്സിരുത്തി വായിക്കണം. ദെൻ വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് എവിടെയെങ്കിലും മനസ്സിലാവാറുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചെല്ലാവരും? കംപ്ലീറ്റ് ചെയ്യാത്തവർ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. വായിച്ച് ക്ലിയർ ആക്കാം. ഓക്കെ, വായിച്ചിട്ട് ക്ലിയർ ആണോ എല്ലാവർക്കും? മാക്സിമം ഞാൻ 2 പ്രാവശ്യം 2 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ എല്ലാവരും? വായിച്ചിട്ട് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, നമ്മളൊരു 50% നിങ്ങൾ പഠിച്ചു. മാക്സിമം ഞാൻ ക്ലാസ്സിൽ വെച്ച് തന്നെ നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കാം. പിന്നെ ചില ടൈമിൽ നമുക്ക് ഒരുമിച്ച് അങ്ങനെ പറ്റില്ല എങ്കിലും മാക്സിമം നിങ്ങൾ ആ ക്ലാസ്സിൽ തന്നെ പഠിക്കാനും കൂടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഞാൻ ക്ലാസ് എടുക്കുന്നത് ഈ ഒരു രീതിക്കായിരിക്കും കേട്ടോ. കാരണം ഒരു പാരഗ്രാഫ് ആണെങ്കിൽ ഒരു വലിയ പാരഗ്രാഫ്, ഒരു ചെറിയ പാരഗ്രാഫ് ഞാൻ മാക്സിമം ഞാൻ ക്ലാസ് എടുക്കും. ദെൻ ഞാൻ പാരഗ്രാഫ് ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കും. ദെൻ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ ഞാൻ നെക്സ്റ്റ് എടുക്കുള്ളൂ. കാരണം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ഞാൻ അടുത്ത് എടുത്തിട്ട് കാര്യമുള്ളൂ അല്ലേ. ഒരു പാഠം എടുത്തു പോയിട്ട് കാര്യമില്ല. എൻ്റെ ഒരു മെത്തേഡ് ഇങ്ങനെ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ എടുക്കും, ദെൻ നിങ്ങൾക്ക് ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് വായിപ്പിക്കും. ദെൻ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കാം, അത് ക്ലിയർ ചെയ്തിട്ട് നെക്സ്റ്റ്. ഓക്കെ, ഓക്കെയാണല്ലോ ആ ഒരു സെക്ഷൻ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD. നമ്മൾ OPD എന്താണെന്ന് പഠിച്ചോ? നിങ്ങൾ പഠിച്ചോ? OPD എന്താണെന്ന് മനസ്സിലായോ? ഇനി ആരെങ്കിലും മനസ്സിലാവാത്തവരുണ്ടോ OPD എന്താണെന്ന്? ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കുന്നത് OPDയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന്. ലക്ഷ്യങ്ങൾ, OPDയുടെ ലക്ഷ്യങ്ങൾ. കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സോ ഒരു 4 ലക്ഷ്യങ്ങൾ മാത്രം തന്നിട്ടുള്ളൂ. വളരെ കുറച്ചുള്ളൂ കേട്ടോ. ഒരുപാടൊന്നും പഠിക്കാനില്ല. 4 ലക്ഷ്യങ്ങളാണ് OPDക്ക് ഉള്ളത്. 4 പോയിന്റ്സുകൾ. ആ പോയിന്റ്സുകൾ അതുപോലെ ഒന്ന് മനസ്സിലാക്കി പഠിക്കാം. ഫസ്റ്റ് വൺ, പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ. അല്ലെ, നല്ല ഗുണനിലവാരമുള്ള പരിചരണം പേഷ്യൻസിന് കൊടുക്കുക. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം അല്ലെ. ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിന്, OPDയിലേക്ക് വരുന്ന ഡോക്ടറെ കാണാനൊക്കെ വരുന്ന പേഷ്യൻസിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സേവനങ്ങളും പരിചരണങ്ങളും കൊടുക്കുക. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡേൺ ടെക്നിക്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. ഇൻവെസ്റ്റിഗേഷൻ അതായത് ടെസ്റ്റുകൾ അല്ലെ, അന്വേഷണങ്ങൾക്കും ചികിത്സയ്ക്കും വേണ്ടി മോഡേൺ ടെക്നിക്സുകൾ ഉപയോഗിക്കാന്ന്. എന്താ മോഡേൺ ടെക്നിക്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അറിയാം പഴയ കാലത്തിനേക്കാളും ഒരുപാട് എന്താ മെഡിക്കൽ രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. മാറ്റങ്ങൾ വന്നിട്ടില്ലേ? പഴയ കാലത്തെ പോലെയാണോ ഇന്ന്? ട്രീറ്റ്മെന്റിനാണെങ്കിലും ടെസ്റ്റുകൾക്കാണെങ്കിലും പലതരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ ഇന്ന് അവൈലബിൾ ആണ് അല്ലെ. മോഡേൺ ടെക്നിക്സുകളൊക്കെ ഇന്നുണ്ട്. ഏതെങ്കിലും എക്സാമ്പിൾ പറയാമോ മോഡേൺ ടെക്നിക്സുകൾ?
ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ സർജറിക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് പ്രോസസ്സുകൾക്കാണെങ്കിലും ഇപ്പോ നമുക്കറിയാം, നിങ്ങൾ ചിലവര് നമ്മളിപ്പോ കുറെ ഇപ്പൊ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ മെഡിക്കൽ രംഗങ്ങള്. എന്തൊക്കെയാണ് എക്സാമ്പിൾ ഒന്ന് പറഞ്ഞേ, ആലോചിച്ച് നോക്കി. കീ ഹോള് അല്ലെ, സർജറി നമ്മൾ ഏറ്റവും ചെറിയ നമുക്ക് അധികം പ്ലസ് ടു കാര്യങ്ങളൊന്നും വേണ്ട അല്ലെ. കീ ഹോൾ സർജറിയിലൂടെ ഉണ്ട്, സ്കാനിങ് ഉണ്ട്, MRI ഉണ്ട് അല്ലെ. നമ്മളിപ്പോ ഒരു പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ പലതരത്തിലുള്ള സ്കാനിങ്ങുകൾ ഉണ്ടെന്ന്. പക്ഷെ പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഇപ്പൊ ഒരു അല്ലെ, ഇപ്പൊ പ്രഗ്നന്റ് ആയ ആ ഒരു ഫസ്റ്റ് വന്നു തുടങ്ങി എനിക്ക് തോന്നുന്നു പല രീതിയിലുള്ള സ്കാനിങ്ങുകൾ ഉണ്ട് അല്ലേ. 3D കേട്ടിട്ടില്ലേ നിങ്ങള്? 3D സ്കാനിങ്, അങ്ങനെ പല രീതിയിലുള്ള, അതൊക്കെ നമ്മുടെ മെഡിക്കൽ രംഗത്ത് പുരോഗതിയാണ്, മോഡേൺ ടെക്നിക്സുകളാണ് അല്ലെ. ലേസർ ട്രീറ്റ്മെന്റ്സുകൾ ഉണ്ട് അല്ലെ. ഇതൊക്കെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. ഇതൊന്നും പെട്ടെന്ന് ഓരോ ദിവസം കൂടി വരുന്നതോറും കണ്ടുപിടുത്തങ്ങൾ കൂടുകയാണ്. ഇപ്പൊ അതുപോലെ നിങ്ങൾ റോബോട്ടിക് സർജറിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതിപ്പോ എല്ലാവർക്കും അവൈലബിൾ ഒന്നും ആയിട്ടില്ല എങ്കിലും നമ്മള് ഇപ്പൊ റോബോട്ടിക് സർജറി വരെ ഇപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ വരെയാണ് ഇപ്പൊ സർജറി വരെ വന്നെത്തിയിരിക്കുന്നത്. സോ അങ്ങനെയുള്ള പുതിയ പുതിയ മോഡേൺ ടെക്നിക്സുകളൊക്കെ ഉപയോഗിച്ച് കൊണ്ട് ചികിത്സയ്ക്കും അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷനും, അതായത് ഇതുപോലെ ടെസ്റ്റുകളൊക്കെ ചെയ്യാനും മറ്റും മോഡേൺ ടെക്നിക്സുകൾ ഉപയോഗിക്കുക. അതാണ് രണ്ടാമത്തെ ലക്ഷ്യം. ഒന്നാമത്തെ എന്തായിരുന്നു? ക്വാളിറ്റി ഉള്ള പരിചരണം, ഗുണമേന്മയുള്ള നല്ലൊരു പരിചരണം പേഷ്യൻസിന് കൊടുക്കുക. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ചികിത്സയ്ക്കും ട്രീറ്റ്മെന്റിനും ഇൻവെസ്റ്റിഗേഷനും വേണ്ടി മോഡേൺ ആയിട്ടുള്ള ടെക്നിക്സുകൾ ഉപയോഗിക്കുക. മൂന്നാമത്തത് ഫെസിലിറ്റീസ് ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഫെസിലിറ്റികൾ പേഷ്യന്റിന്റെ ഫുൾ സാറ്റിസ്ഫാക്ഷന് വേണ്ടി അല്ലെ, സംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഹോസ്പിറ്റലുകളിൽ പ്രൊവൈഡ് ചെയ്യാമെന്ന് അല്ലെ. ഇത് നമുക്കറിയാം, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അവൈലബിൾ ആണ് അല്ലെ. അത്യാവശ്യം നമ്മളൊരു ഇപ്പോഴത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളാണെങ്കിലും പഴയതിനേക്കാളും ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. പണ്ട് കാലത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് പോകാനായിട്ട് അതത്രയും ഒരു ഒട്ടും എന്താ പറയാ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോ ലെവലിൽ നിൽക്കുന്ന ആളുകൾ മാത്രം പോയിരുന്ന ഒന്നായിരുന്നു ആണോ? പക്ഷെ ഇന്നത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ വ്യത്യാസമില്ലേ? ഉണ്ടോ? ചില ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു പ്രൈവറ്റിന്റെ ഹോസ്പിറ്റലിൽ അത്രയും നല്ല സൗകര്യങ്ങളുണ്ട്, ഫെസിലിറ്റികളുണ്ട്, ക്ലീൻ ആണ്, നീറ്റ് ആണ് ആണോ? നിങ്ങള് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകാറുണ്ടോ? പോകാറില്ലേ? ആരും പോകാറില്ല, എല്ലാവരും പ്രൈവറ്റിലാണോ പോകുന്നത്? അല്ല, ഓക്കെ അല്ലെ. ഇന്ന് നമ്മൾ അങ്ങനെ ഒന്നും നോക്കണില്ല. അത്യാവശ്യം നല്ല ഡോക്ടേഴ്സുകളുടെ സൗകര്യം ഉണ്ടാവും. പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറൊക്കെ ആയിരിക്കും ഉള്ളത്. നിങ്ങളുടെ കാലഘട്ടത്തിലാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഒരു ഡോക്ടറൊക്കെ ആയിരിക്കും ഉള്ളത്. ഈ വരുന്ന എല്ലാ പേഷ്യന്റും കൂടി ഈ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി ചിലപ്പോ രാവിലെ ഡോക്ടറെ കാണാൻ പോയിട്ടുള്ള ആള് വൈകിട്ടായിരിക്കും ചിലപ്പോൾ ഡോക്ടറെ കാണുന്നത്. അന്നത്തെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് ഡോക്ടേഴ്സിന്റെ എണ്ണം കൂടി അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്, അതിനുള്ള നഴ്സസ് ഉണ്ട്, അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, റൂമുകളുണ്ട്, വാർഡുകളുണ്ട്, എല്ലാ സജ്ജീകരണങ്ങളും കൂടി. ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം എന്താണ്? വരുന്ന രോഗിയെ സാറ്റിസ്ഫൈഡ് ആക്കുക അവന് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുക, വരുന്ന രോഗിയെ സാറ്റിസ്ഫൈഡ് ആക്കുക. അതാണ് ഒരു ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണോ? ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്ക് കടന്നു വരുന്ന പേഷ്യന്റിനെ സാറ്റിസ്ഫൈഡ് ആക്കുക. അത് ട്രീറ്റ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണം. ദെൻ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും ഫുള്ളി പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുക. ഇതാണ് ഫെസിലിറ്റീസ് ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ലാസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ് പബ്ലിക് റിലേഷൻ അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും വേണ്ട ഒന്നാണ് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടായിരിക്കണം. നഴ്സസും പേഷ്യൻസും തമ്മിലുള്ള നല്ലൊരു റിലേഷൻ വേണം, ഡോക്ടേഴ്സും പേഷ്യന്റിനും തമ്മിൽ നല്ലൊരു റിലേഷൻ വേണം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചില ഹോസ്പിറ്റലുകളിലൊക്കെ നിങ്ങൾക്കും അനുഭവം ഉണ്ടാവും കേട്ടോ. ചിലപ്പോ നല്ല നമ്മളോട് പെരുമാറാനൊക്കെ നല്ലതായിരിക്കും, ഡോക്ടേഴ്സ് ആണെങ്കിലും സ്റ്റാഫുകളാണെങ്കിലും നഴ്സുമാരാണെങ്കിലും നല്ലൊരു പെരുമാറ്റമായിരിക്കും. നമ്മൾ അപ്പൊ തന്നെ സാറ്റിസ്ഫൈഡ് ആയി ഇനി നേരെ മറിച്ച് ഓപ്പോസിറ്റ് എന്ന് ആലോചിച്ച് നോക്കിയേ, ഭയങ്കര റൂഡായിട്ടാണ് നമ്മളോട് എപ്പോഴും പെരുമാറുന്നത്. നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല. ചിലപ്പോ നമ്മൾ പേടിച്ചിട്ട് ചോദിക്കില്ല അവരോട് അവരെന്തെങ്കിലും പറയുമോ അല്ലെങ്കിൽ അവർ റിപ്ലൈ തരുമോ നമുക്ക് അങ്ങനെയൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടാകും വോയിസ് കട്ട് ആവുന്നുണ്ടോ? എല്ലാവർക്കും അങ്ങനെയാണോ? വോയിസ് പറയുന്നത് ബ്രേക്ക് ആവുന്നുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? കുറച്ചു പേർക്കുണ്ട്, കുറച്ചു പേർക്കില്ല. അതാണോ? ഓക്കെ. നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു റേഞ്ചിന്റെ ഒക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും, ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്. ഓക്കെ. ഒട്ടും പറ്റുന്നില്ല അല്ലെങ്കിൽ ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇപ്പൊ അത്യാവശ്യം ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ?
ഓക്കെ, നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ എല്ലാവർക്കും? ഉണ്ട്. ഓക്കെ, അപ്പൊ അറിയാലോ, അത്യാവശ്യം ഇന്ന് മോർണിംഗ് തുടങ്ങി നല്ല മഴയുണ്ട്, നല്ല കാറ്റും മഴയൊക്കെയാണ് ഇവിടെയും എല്ലാ ഏരിയയിലും ഉണ്ടെന്ന് അറിയാം. സോ അതിന്റെയൊക്കെ റേഞ്ചിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ദെൻ ഒരുമിച്ച് എല്ലാവർക്കും ഒരുപോലെ ഒട്ടും തീരെ പറ്റുന്നില്ല, ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഗുഡ് പബ്ലിക് റിലേഷൻ, നല്ലൊരു പബ്ലിക് റിലേഷൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണമെന്ന്. അതായത് പേഷ്യന്റിനോടും നഴ്സുമാരും പേഷ്യന്റ് തമ്മിൽ, മെഡിക്കൽ സ്റ്റാഫുകൾ പേഷ്യൻസ് അവർക്ക് തമ്മിൽ പരസ്പരം നല്ലൊരു പബ്ലിക് റിലേഷൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് OPDക്ക് 4 ലക്ഷ്യങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ, പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ, ഗുണനിലവാരമുള്ള പരിചരണം കൊടുക്കുക. ദെൻ മോഡേൺ ടെക്നിക്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്, പുതിയ ചികിത്സയ്ക്കും അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടൊക്കെ എന്ത് വേണം, മോഡേൺ ടെക്നിക്സുകളൊക്കെ ഉപയോഗിക്കുക. ദെൻ ഫെസിലിറ്റീസ് ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു സംതൃപ്തിക്ക് വേണ്ടി അവന് വേണ്ടുന്ന ഫെസിലിറ്റീസുകൾ, സൗകര്യങ്ങൾ കൊടുക്കുക. ദെൻ ഗുഡ് പബ്ലിക് റിലേഷൻസ്, നല്ലൊരു പബ്ലിക് റിലേഷൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി പെട്ടെന്ന് വായിച്ചു നോക്കിയേ ഒബ്ജക്റ്റീവ്സ്. 4 ഒബ്ജക്റ്റീവ്സ് വായിക്കുക കേട്ടോ. ഈ 4 ഒബ്ജക്റ്റീവ്സ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നാണ് എന്റെ ഒരു വിശ്വാസം കേട്ടോ. വായിച്ചു നോക്കാം. ബൈ ഹാർട്ട് ഒന്നും പഠിക്കണ്ട, ഒന്ന് മനസ്സിലാക്കി വെച്ച് വായിക്കാം. ഒബ്ജക്റ്റീവ്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 4 ഒബ്ജക്റ്റീവ്സ് അല്ലേ ഉള്ളൂ, മാക്സിമം ഷോർട്ട് ആക്കിയിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, മനസ്സിലാക്കി പഠിക്കാം. ബൈ ഹാർട്ട് ഒന്നും ചെയ്യണ്ട, നിങ്ങളതൊന്ന് മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മതി. എന്റെ പേരാണോ? പേര് പറഞ്ഞത് കേട്ടില്ല ഫസ്റ്റ്ലി. ട്രീസ. ഓക്കെ, ഞാൻ ആരെങ്കിലും കേൾക്കാനുണ്ടോ? ഓക്കെ, കട്ടായി പോകുന്നുണ്ടോ ക്ലാസ്? വോയിസ് ആണോ ബ്രേക്ക് ആവുന്നത്? ബ്രേക്ക് ആവുന്നുണ്ടോ? ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ വിട്ടുവിട്ടാണോ കേൾക്കുന്നത്? ടോട്ടലായിട്ട് ഞാൻ ചോദിക്കുകയാണ് എല്ലാവരോടും. കേൾക്കുന്നുണ്ട്, ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു റേഞ്ച് ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും കേട്ടോ. അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇപ്പൊ ഓക്കെ ആയി. ഓക്കെ, ഒട്ടും പറ്റുന്നില്ലെങ്കിൽ പറയണേ, നോക്കാം. വായിച്ചെല്ലാവരും ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD. ഓക്കെ, PM ഷോർട്ട് ഫോം ആണോ ഇട്ടിരുന്നത്? ഓക്കെ, PMFG ഷോർട്ട് ഫോം ആണോ? ഓക്കെ ഓക്കെ, ഷോർട്ട് ഫോമിലൊക്കെ പഠിക്കാം. ഷോർട്ട് ഫോം ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഇടയ്ക്ക്. ഓക്കെ, കോഡൊക്കെ വെച്ചിട്ട് നമുക്ക് പഠിക്കാം. ചില കാര്യങ്ങളൊക്കെ നമുക്ക് കോഡ് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് നല്ല ഓർമ്മ കിട്ടും. ബൈ ഹാർട്ട് ചെയ്തിരുന്നേലും കുറച്ചും കൂടി ഞാൻ പഠിച്ചിരുന്ന സമയത്ത് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് മീൻസ് ഞാൻ കൂടുതൽ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും ബൈ ഹാർട്ട് ചെയ്ത് ഞാൻ ഇതുവരെ അങ്ങനെ പഠിച്ചിട്ടില്ല. ബൈ ഹാർട്ട് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല. കാരണം ബൈ ഹാർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു വേർഡ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ബാക്കി മൊത്തം നമ്മുടെ പോകും. ഇല്ലേ, അങ്ങനെയല്ലേ? എനിക്ക് അങ്ങനെയാണല്ലോ തോന്നുന്നത്. എക്സാം ഇംഗ്ലീഷിലാണ്, മലയാളത്തിലല്ല, ഇംഗ്ലീഷിലായിരിക്കും. എളുപ്പമല്ലേ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഈ മലയാളം വാക്കുകളെക്കാളും ഏറ്റവും നല്ലത് ഇംഗ്ലീഷല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റീഹാബിലിറ്റേഷൻ, എന്തായാലും മലയാളം പുനരധിവാസം, അതിന് നല്ലത് റീഹാബിലിറ്റേഷൻ അല്ലേ? പ്രോപ്പർ മലയാളം എന്ന് പറയുമ്പോൾ ചില വാക്കുകൾ ഭയങ്കര കടുകട്ടി വേർഡ്സുകളൊക്കെ ആയിരിക്കും. ഇംഗ്ലീഷിൽ തന്നെയാണ് എക്സാം ഉള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനും കൂടി ഒന്ന് എടുത്തിട്ട് അവസാനിപ്പിക്കാം. ഒരുപാട് എടുത്ത് ഫസ്റ്റ് ഡേയിൽ വന്ന് ഞാൻ ബോറാക്കണില്ല, ഫസ്റ്റിന്റെ ക്ലാസ്സിൽ ബോറാക്കണില്ല. നെക്സ്റ്റ് അടുത്തൊരു സെക്ഷനും കൂടി, ഒരു കുഞ്ഞു സെക്ഷനും കൂടി പറയാം. തേർഡ് പോയിന്റ് പറയണോ? ഒബ്ജക്റ്റീവ്സ് ആണോ? തേർഡ് പോയിന്റ്, ഫെസിലിറ്റീസ് ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അതായത് സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ സംതൃപ്തി. ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യന്റിന്റെ സംതൃപ്തിക്ക് വേണ്ടി അവന് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാണ്. ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക.
ആ പോയിന്റ് നിങ്ങൾ അതുപോലെ തന്നെ നോക്കുക. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. അത് മാക്സിമം ഷോർട്ട് ആയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ അത്രയും ഷോർട്ട് ആക്കിയിട്ടാണ് ടെക്സ്റ്റിൽ വന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ, then next one നോക്കാം. The scope of OPD includes the following. ഇനി OPD-യിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. സ്കോപ്പ്, അതായത് ഈ ഒരു സ്കോപ്പുകളും OPD-യിൽ ഇൻക്ലൂഡഡ് ആണെന്ന്. എന്തെല്ലാം കാര്യങ്ങളാണ് OPD-യിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. ഡയഗ്നോസിസ്, കൺസൾട്ടേഷൻ, ദെൻ ബാക്കി എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ദെൻ അതിൽ ഓൾറെഡി ഉള്ളത് തന്നെ ഇതിനകത്തുണ്ട് കേട്ടോ. നോക്കി, ഒന്നാമത്തെ പോയിന്റിൽ കൺസൾട്ടേഷൻ, OPD-യിൽ പറയുന്നതാണ് കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയേഴ്സ്, സ്പെഷ്യാലിറ്റി സർവീസസ്. കൺസൾട്ടേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു, ഇൻവെസ്റ്റിഗേഷനും പഠിച്ചു. പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നടപടികൾ. അതായത് ഇതുപോലെ ടെസ്റ്റുകൾ ഉണ്ടാവാം, സ്കാനിങ്, എക്സ്റേ എന്നിങ്ങനെയുള്ള കുറെ പ്രൊസീജിയേഴ്സുകൾ ഉണ്ട്. ദെൻ സ്പെഷ്യാലിറ്റി സർവീസസ്. എന്താ സ്പെഷ്യാലിറ്റി സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സെക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള സ്പെഷ്യാലിറ്റി സർവീസസുകൾ ഉണ്ടാകും അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഓരോ സ്പെഷ്യൽ ഡോക്ടേഴ്സ് ഉണ്ടാവും സ്പെഷ്യാലിറ്റി ആയിട്ടുള്ളത്. ഉണ്ടോ? ഏതൊക്കെയാണ് എക്സാമ്പിൾ ഒന്ന് പറഞ്ഞേ? സ്പെഷ്യൽ കെയറുകൾ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള സർവീസുകൾ, സ്പെഷ്യൽ ഡോക്ടേഴ്സുകളൊക്കെ ഉണ്ടാവും ഓരോ സെക്ഷനെ ബേസ് ചെയ്തുകൊണ്ട്. ഏതൊക്കെയാണ്? ന്യൂറോ അല്ലെ? ന്യൂറോ സ്പെഷ്യാലിറ്റി ഉണ്ടാകും, കാർഡിയോ ഉണ്ടാകും അല്ലെ? ഗൈനക് ഉണ്ടാകും, അതുപോലെ എന്താണ് ഒപ്താൽമോളജി അല്ലെ? കാർഡിയാക് ഉണ്ടാകും, ഓർത്തോ അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഓരോ സെക്ഷന് അനുസരിച്ചിട്ടുള്ള സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള സർവീസസുകൾ. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ഡെർമറ്റോളജി. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ് പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ. പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ. അതായത് നമ്മൾ പ്രിവെന്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രതിരോധം അല്ലെ? പ്രൊമോട്ടീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ ഹെൽത്തിനെ, ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കാനും രോഗങ്ങളെ തടയാനുമുള്ള ഹെൽത്ത് കെയർ പരിചരണങ്ങൾ. ഏതൊക്കെയാണ്? ക്ലിനിക്കുകൾ ഉണ്ടാവും. അതായത് ഇപ്പോ നമുക്കറിയാം, ഇപ്പോ ഈ മഴക്കാലമൊക്കെ ആണെങ്കിൽ പനിയുടെ ഒക്കെ ഒരു സീസൺ ആണെന്ന് തന്നെ പറയാം അല്ലെ? മഴ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും എല്ലാവർക്കും പറഞ്ഞ പോലെ പനി, വൈറൽ ഫീവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അതിന് മാത്രം സെപ്പറേറ്റഡ് ആയിട്ടുള്ള പനിയുടെ മാത്രം പേഷ്യൻസിനെ നോക്കുന്ന ഒരു ക്ലിനിക് ഉണ്ടാകും ഈ ഹോസ്പിറ്റലിലെ. ഈ ഒരു മഴക്കാല സീസണലായിട്ട് വരുന്ന അസുഖങ്ങളൊക്കെ വരുമ്പോൾ അതിന് മാത്രം സെപ്പറേറ്റഡ് ആയിട്ടുള്ള ക്ലിനിക്കുകൾ, എക്സ്ട്രാ അവിടെ പനിയുള്ള ആളുകൾ മാത്രം അങ്ങനെയുള്ള ക്ലിനിക്കുകളൊക്കെ ഉണ്ടാകും അല്ലെ? Then which include അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ക്ലിനിക്കുകൾ ഉണ്ടാവുന്നു ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ. ദെൻ അതിൽ പറയുന്നത് എന്താണ്? ഡയബറ്റിക്, അതുപോലെ ആന്റിനേറ്റൽ ക്ലിനിക്കുകൾ. ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഡയബറ്റിക് പേഷ്യൻസ്, ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി മാത്രമുള്ള ക്ലിനിക്കുകൾ, ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ മാത്രമുള്ള ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളും നമുക്ക് പേഷ്യന്റിന് കൊടുക്കുന്നു. അതുപോലെ ആന്റിനേറ്റൽ ക്ലിനിക്കുകൾ. എന്താ ആന്റിനേറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ആന്റിനേറ്റൽ കേട്ടിട്ടുണ്ടോ? പ്രഗ്നൻസി കെയർ ആണ് ആന്റിനേറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ആന്റിനേറ്റലിന്റെ സൈഡില് പ്രഗ്നൻസി കെയർ എന്നൊന്ന് എഴുതി വെക്കാം. പ്രഗ്നൻസി ടൈമിലുള്ള പേഷ്യൻസിന്, പ്രഗ്നൻസി ഉള്ള പേഷ്യൻസിന് എസ്പെഷ്യലി ഫോർ വുമൻസ് ആണ്. സോ അവർക്കുള്ള കെയറിങ്ങും പരിചരണങ്ങളൊക്കെയാണ് ആന്റിനേറ്റൽ ക്ലിനിക്കിൽ വരുന്നത്. സോ ഈ ക്ലിനിക്കുകൾ, അതായത് ഡയബറ്റിക് ക്ലിനിക്കും ആന്റിനേറ്റലും ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് അല്ലെ? നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കുന്നതിനായിട്ടാണ് ഇത്തരത്തിലുള്ള ക്ലിനിക്കുകൾ നമ്മൾ OPD-യിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആന്റിനേറ്റൽ എഴുതിയോ? ബ്രാക്കറ്റില് പ്രഗ്നൻസി കെയർ എഴുതിയോ? എല്ലാവരും എഴുതി വെക്കണോട്ടോ, കാരണം എക്സാമിന് ചിലപ്പോൾ ചോദിക്കാറുണ്ട് ആന്റിനേറ്റൽ അല്ലെങ്കിൽ പ്രഗ്നൻസി കെയർ ഇസ് കോൾഡ് ആന്റിനേറ്റൽ. ഇത് രീതിയിലും ചോദിക്കാം കേട്ടോ. അതൊന്നും നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. Then rehabilitation services. Rehabilitation services നമ്മൾ പഠിച്ചു. Then ബ്രാക്കറ്റിൽ കണ്ടോ? എക്സാമ്പിൾ ആണ് കേട്ടോ rehabilitation servicesന്. ഫിസിയോതെറാപ്പി ആൻഡ് ഒക്യുപേഷണൽ തെറാപ്പി. ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മള് മറ്റേ എന്താണ് ഫിസിക്കലി ആയിട്ടോ മെന്റലി ആയിട്ടോ നമ്മൾ ചെയ്യുന്ന തെറാപ്പികളാണ് ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, എക്സാമിന് എപ്പോഴും ഫിസിയോതെറാപ്പി ആണ് ചോദിക്കാറുള്ളത്. ഒക്യുപേഷണൽ പഠിച്ചു വെച്ചോളെങ്കിലും. ഓക്കെ, രണ്ട് എക്സാമ്പിൾ ആണ് ഫിസിയോതെറാപ്പിയും ഒക്യുപേഷണൽ തെറാപ്പിയും. ലാസ്റ്റ് വൺ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആരോഗ്യ വിദ്യാഭ്യാസം അല്ലെ? ഹോസ്പിറ്റലുകളൊക്കെ ചിലപ്പോ ഇപ്പൊ നമ്മുടെ കോളേജസിലോ അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ എന്തെങ്കിലും ഹെൽത്ത് ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ടോ? അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലോ?
ഹോസ്പിറ്റലിൽ നിന്ന് ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെയോ അല്ലെങ്കിൽ നഴ്സസിന്റെയോ ഒക്കെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും. ഇതുപോലെ എന്തെങ്കിലും അസുഖങ്ങളെ കുറിച്ചിട്ടുള്ളതോ അല്ലെ, അല്ലെങ്കിൽ ഇതുപോലെ എന്താണ് രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ളതോ അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ തന്നെ അറേഞ്ച് ചെയ്യുന്നു. അതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതും കൂടി OPD-യിൽ ഇൻക്ലൂഡഡ് ആണെന്ന്. എന്തൊക്കെയാണ്? കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയേഴ്സ്, സർവീസസ്. ദെൻ പ്രിവെന്റീവ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് ഡയബറ്റിക് ക്ലിനിക്കുകൾ ഉണ്ട്, ആന്റിനേറ്റൽ ക്ലിനിക്കുകൾ. ദെൻ റീഹാബിലിറ്റേഷൻ സർവീസസുകൾ, ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, ദെൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, ഈ ഒന്ന് വായിച്ചു നോക്കിയേ, ജസ്റ്റ് ആ സ്കോപ്പ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. സ്കോപ്പ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കാതെ. റീഹാബിലിറ്റേഷന് എക്സാമ്പിൾ പഠിച്ചു വെക്കണം കേട്ടോ, ഫിസിയോതെറാപ്പിയും ഒക്യുപേഷണൽ തെറാപ്പി. പിന്നെ അവിടെ ആന്റിനേറ്റൽ ഇമ്പോർട്ടന്റ് ആണ്, പ്രഗ്നൻസി ടൈമിലുള്ള കെയറിനെയാണ് ആന്റിനേറ്റൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, കോഴ്സ് കട്ട് ആവുന്നുണ്ടോ? ഓക്കെ, കുറച്ച് ക്ലാസ് കഴിയാറായിട്ടുള്ള ടൈം ആയിട്ടുണ്ട് നമ്മളുടെ. ഒക്യുപേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിസിയോതെറാപ്പി ഒക്കെ പോലെ തന്നെ നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന ഫിസിക്കലായിട്ടും മെന്റലി ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇതുപോലെയുള്ള തെറാപ്പികളാണ്. ഇപ്പൊ സ്പീച്ച് തെറാപ്പി അങ്ങനെയുള്ള തെറാപ്പികൾ. ലാസ്റ്റ് വൺ പറഞ്ഞത് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഓക്കെ, വായിച്ചോ? നമ്മുടെ ക്ലാസ്സിന്റെ ടൈം ഏകദേശം കറക്റ്റ് കഴിയാറായിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ എടുത്തത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ്. അപ്പോ എന്താണ് ഔട്ട് പേഷ്യന്റ് എന്ന് നമ്മൾ പഠിച്ചു. ദെൻ OPD അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻസിൽ വരുന്ന ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ഡയഗ്നോസിസ് എന്താണ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ, റീഹാബിലിറ്റേഷൻ. ദെൻ നമ്മൾ OPD-യുടെ ലക്ഷ്യങ്ങൾ പഠിച്ചു. ദെൻ അവിടെയുള്ള സ്കോപ്പുകൾ എന്തൊക്കെയാണ്. വളരെ കുറച്ച് നമ്മൾ എടുത്തിട്ടുള്ളൂ. എടുത്തത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? നിങ്ങൾ കംഫർട്ട് ആണോ എല്ലാവരും? ഓക്കെ ആണോ? നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ആണോ എനിക്ക് വേണ്ടത്, കാരണം നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ് എനിക്കും ഉണ്ടാവേണ്ടത്. സോ ഓക്കെ ആണോ? സ്പീഡൊക്കെ ഓക്കെ ആണോ? ഈ ഒരു സ്പീഡിൽ പോയാൽ മതിയോ നമുക്ക്? കുഴപ്പമില്ലല്ലോ, നിങ്ങൾ എന്റെ സ്പീഡിലോട്ട് എത്തിയിട്ടുണ്ട് അല്ലേ? നോർമലി ഇങ്ങനെ തന്നെയാണ് ഭയങ്കര സ്പീഡ് പോകുന്നത്. ഇനി എന്തെങ്കിലും എപ്പോഴെങ്കിലും ചിലപ്പോൾ നമ്മൾ വായിക്കുമ്പോഴേ ആ ഒരു ഫ്ലോയിൽ ചിലപ്പോൾ ഒന്ന് സ്പീഡൊക്കെ കൂടി പോകും കേട്ടോ. അപ്പൊ ഒന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ എല്ലാവരും പല പല ഏരിയയിലുള്ളവരാണ്. ദെൻ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പേരുകൾ മാത്രം കാണുന്നുള്ളൂ. എങ്കിലും പേരുകളൊക്കെ ഞാൻ നോക്കി പഠിച്ചു വെച്ചോളാം. ഇടയ്ക്ക് കുറച്ച് പേരൊക്കെ ഒന്ന് വിളിക്കാം നമ്മൾ, കാരണം ഇവിടെ ഇന്ററാക്ഷൻ അധികം ഇല്ല നമുക്ക് അല്ലെ. മ്യൂട്ട് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. കാരണം ഇന്ററാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡിസ്റ്റർബ് ആകും. ഒരു ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ അതിനുള്ളിൽ കുറെ പരിമിതികളൊക്കെ ഉണ്ട് അല്ലെ, നിങ്ങൾക്ക് അറിയാം. സോ ലാസ്റ്റ് ഒരു 5 minutes ആണ് നമുക്ക്. ഇപ്പോൾ നമ്മൾ ഇന്ററാക്ഷൻ ടൈം കഴിയാറായി. ദെൻ ഇവിടെ പറഞ്ഞത് തന്നെ ഉള്ളവരുണ്ടോ? ഈ ഭാഗത്ത് നമുക്കുള്ളവരുണ്ടോ? എല്ലാവരും ലോങ് ആണോ? നമ്മളുടെ എറണാകുളത്ത് നിന്നുള്ളവരുണ്ടോ? ഇല്ല, ഉണ്ട്. ഓക്കെ, നിമ എവിടെയാണ് സ്ഥലം? കുറച്ച് പേരുണ്ട് തോന്നുന്നു അല്ലേ? ഇടുക്കി, കോഴിക്കോട് എല്ലാ ജില്ലകളിൽ നിന്നും ഉണ്ട് അല്ലെ. ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ ഒരു ഫാദർ ജിബിൻ എന്നാണോ? ഓക്കെ, ജിബിൻ തന്നെയാണോ? ഓക്കെ, ഫാദർ കണ്ണൂരാണ്. ഓക്കെ ഓക്കെ, ഞാൻ ഫാദറിന് കണ്ടായിരുന്നേ. ഓക്കെ, ദെൻ ആലപ്പുഴ. ഓക്കെ, എല്ലാവരും നമുക്ക് പിന്നീട് പരിചയപ്പെടാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ മോക്ക് ടെസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. ദെൻ ഇനി എന്തെങ്കിലും വായിച്ചിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എന്നോട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.